ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹീതമായ ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി കരയറ്റുന്നു. JCNDSD അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവ മൊഴികളെന്ന വചനപരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ എളിയവനെ അനുവദിച്ച കൃപാലുവായ ദൈവത്തിന് കോടി കോടി നന്ദി കരയറ്റുന്നു. എനിക്ക് ഈ അവസരം നൽകിയതായ ബഹുമാന്യരായ അഡ്മിന്മാർക്കും കർത്തൃവേലയിൽ അഹോരാത്രം പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർക്കും എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം ക്രിസ്തുവിൻ്റെ ഉപദേശം തന്നെയായിരുന്നോ എന്ന ചിന്തയെ ആധാരമാക്കി മാനസാന്തരം അപ്പോസ്തലന്മാരുടെ ഉപദേശം ആത്മാവിലോ എന്ന് നാം ചിന്തിച്ചു. അപ്പോസ്തലന്മാർ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിന്ന് അതിർകടന്നു പോയോ? ഇന്ന് തുടർന്ന് നാം ചിന്തിക്കുന്നത് ദൈവരാജ്യം എന്ന വിഷയത്തെ ആധാരമാക്കിയാണ്. പുതിയ നിയമത്തിൽ സുമാർ 72 പ്രാവശ്യം ദൈവരാജ്യം എന്ന പ്രയോഗമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഏതാണ്ട് 32 പ്രാവശ്യം സ്വർഗരാജ്യമെന്ന് പറഞ്ഞിരിക്കുന്നു. 5 പ്രാവശ്യം ദൈവരാജ്യമെന്നും പറയും. മർക്കോസിലും ലൂക്കോസിലും ഒക്കെയും സ്വർഗരാജ്യമെന്നും ദൈവരാജ്യമെന്നും വിഭജിച്ചിരിക്കുന്ന ഇത് ഒന്ന് തന്നെയാണ്, ഈ പ്രയോഗം ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ കേന്ദ്രമായ വിഷയം എന്തായിരുന്നു? സ്വർഗരാജ്യം എന്നതായിരുന്നു. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ബൈബിളിൻ്റെ കേന്ദ്രമായ വിഷയം, അതിൻ്റെ ഉദ്ദേശം മനുഷ്യന് സ്വർഗരാജ്യം ദൈവരാജ്യം ലഭിക്കുക എന്നതാണ്. സ്വർഗരാജ്യം ദൈവരാജ്യം എന്നുള്ള വിഷയത്തെ അതിപ്രധാനമായി വിശകലനം ചെയ്ത് പിന്നീടായി നമുക്ക് ചിന്തിക്കാമെന്ന് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവ് പഠിപ്പിച്ച മാതൃക പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. അപ്പോൾ കർത്താവ് അവിടെ മാതൃകയായി നൽകിയതായ, പഠിപ്പിച്ചതായ ഈ പ്രാർത്ഥന നമ്മൾ വളരെ ശ്രദ്ധിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട പ്രത്യേക വിഷയങ്ങളുണ്ട്. എങ്കിലും അതിൽ നിന്നും വിട്ട് ഞാൻ ചിന്തിക്കുവാൻ ഉദ്ദേശിച്ചതായിരിക്കുന്ന ആ ഭാഗത്തെ മാത്രം ആധാരമാക്കി ഇവിടെ എഴുതിയിരിക്കുന്നത് ആ പ്രാർത്ഥന ഇങ്ങനെയാണ്, ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരേണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇവിടെ നാം ചിന്തിക്കുന്നത് നിൻ്റെ രാജ്യം വരേണമേ. അപ്പോൾ കർത്താവ് മാതൃകയായി പ്രാർത്ഥിച്ചതായിരിക്കുന്ന ആ പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലേക്കൊക്കെ നാം കടന്നു ചെല്ലുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ദൈവം സൂക്ഷ്മമായ ഉപമയിലൂടെ പഠിപ്പിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൻ്റെ കാതൽ ഇതാണ്, അതിൻ്റെ കേന്ദ്രമായ ബൈബിളിൻ്റെ വിഷയം ഇതാണ്, സ്വർഗരാജ്യം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 2-ൽ നമ്മൾ വായിക്കുന്നു, അവൻ കഷ്ടമനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്തോത്രം ദൃഷ്ടാന്തങ്ങളാൽ
അവർക്കത് കാണിച്ചു കൊടുത്തു. അപ്പോൾ 40 നാളോളം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് ശേഷം അപ്പോസ്തലന്മാരോട് കൂടെ ഇരുന്ന് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളിലൂടെ ദൈവം സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൻ്റെ 31 നാം വായിക്കുന്നു, തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടുകൂടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഉപദേശിച്ചും പോന്നു. എബ്രായലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 10 അബ്രാഹാം കൂട്ടവകാശികളായ ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോര്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. വെളിപ്പാട് പുസ്തകം ഒക്കെയും ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച് വിശകലനമായി വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ ഭാഗത്തു നിന്നൊക്കെയും വിടട്ടെ. അടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്ന യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3 വായിക്കുമ്പോൾ, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദിമോസ് പറഞ്ഞത്, നിക്കോദിമോസിനോട് കർത്താവായ യേശുക്രിസ്തു ചോദിച്ചതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, നീ പുതുതായി ജനിക്കണം. എന്നിട്ട് അവിടെ രേഖപ്പെടുന്ന, വെള്ളത്താലും ആത്മാവിലാനും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ സാധ്യമല്ല. അപ്പോൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ സാധ്യമല്ല. അതുകൊണ്ട് തുടർന്ന് നാം വായിക്കുമ്പോഴൊക്കെയും നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 5 സ്തോത്രം അവിടെ നമ്മൾ വായിക്കുന്നതായൊരു കാര്യമുണ്ട്. ദൈവം തങ്ങൾക്കൊരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കുമെന്നവർ പഴയ നിയമ ഭക്തന്മാർ വിശ്വസിച്ചു എന്നുള്ളതാണ്. കർത്താവേ, നീ ഇസ്രയേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത് എന്നവർ ചോദിച്ചു. സുവിശേഷത്തിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് കാണുന്നു. സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 6-8, പുറപ്പാട് പുസ്തകം 15-18 മുതലുള്ള വാക്യങ്ങളും, ദാനിയേൽ പ്രവചനം 2:44, 7:14, യെശയ്യാ പ്രവചനം 11-ലും, ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന് 31-32 വാക്യങ്ങളും, സങ്കീർത്തനങ്ങളിൽ 103:19, ഉൽപ്പത്തി 3:15, യെശയ്യാ പ്രവചനം 9:6 ഇങ്ങനെ തുടങ്ങി ഒക്കെയും നമ്മൾ വിശകലനമായ യേശുക്രിസ്തുവിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ, യഹൂദന്മാരുടെ ഒരു രാജാവായി ഒരു നിത്യരാജ്യത്വം സ്ഥാപിക്കുവാൻ കർത്താവിൻ്റെ പ്രവർത്തന മണ്ഡലത്തെ നമുക്ക് വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. അതുകൊണ്ട് യഹൂദന്മാർ ചോദിച്ചു, ഒന്ന്, നീ എപ്പോഴാണ് രാജ്യം സ്ഥാപിക്കുന്നത്? ഈ കാലത്തിലോ? രണ്ട്, യഹൂദന്മാരുടെ രാജാവ് ഞങ്ങൾ ആശ വച്ചിരിക്കുന്ന കർത്താവായ ദൈവത്തിൻ്റെ ഒരു രാജ്യമുണ്ട്, അത് സ്തോത്രം ഇപ്പോഴാണോ എന്ന് അവർ ചോദിക്കുകയുണ്ടായി. പ്രിയരെ, അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയമാണ് സ്വർഗരാജ്യം എന്നുള്ളത്. ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ഉപദേശം, അപ്പോസ്തലന്മാരുടെ ഉപദേശം, പഴയ നിയമ വിശുദ്ധന്മാരുടേതായിരിക്കുന്ന എല്ലാ കാഴ്ചപ്പാടുകളും ഈ സ്വർഗരാജ്യം എന്നുള്ള വിഷയത്തെ ആധാരമാക്കിയായിരുന്നു. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സ്വർഗരാജ്യത്തിലേക്ക് സ്തോത്രം നാം പ്രവേശിക്കുക എന്നതാണ്
അടിസ്ഥാനമായ കാര്യം. അതുകൊണ്ടത് സ്വർഗരാജ്യമെന്നതും ദൈവരാജ്യമെന്ന് പറയുമ്പോഴും അതിലെ ദൈവ നിഗൂഢതകൾ നമ്മൾ മനസ്സിലാക്കി അതിനെ വിശകലനമായി പഠിക്കേണ്ടതായ കാര്യം ആവശ്യമുണ്ട്. അപ്പോൾ ദൈവവചനത്തിൽ വളരെ പ്രധാനപ്പെട്ട ദൈവിക ഉദ്ദേശ പദ്ധതി എന്ന് പറയപ്പെടുന്നത് നശിച്ചു പോകുന്ന മനുഷ്യന് രക്ഷ നൽകി സ്വർഗരാജ്യത്തിൽ വസിക്കുക എന്നുള്ളതാണ്. ഇതാണ് എല്ലാ ഭക്തന്മാരുടെയും ചിന്ത. ഇതിനു വേണ്ടിയാണ് നാം ഇവിടെ ത്യാഗങ്ങൾ അനുഭവിക്കുന്നത്, കഷ്ടങ്ങൾ അനുഭവിക്കുന്നത്. വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കുന്നതിൻ്റെ ആധികാരികത ഇത് തന്നെയാണ് എന്നുള്ളതാണ്. സ്തോത്രം. ഈ രാജ്യത്തിലേക്ക് കടക്കുവാൻ പ്രവേശിക്കുവാനുള്ള ഉപദേശമാണ് പിന്നീട് നാം കാണുന്നത്. അതിനെ ഒന്നാമത്തെ നീക്കി രണ്ടാമത്തെ സ്ഥാപിക്കുമ്പോൾ, ഉന്നതയുള്ള ദൈവഹിതങ്ങളെ നമ്മൾ പരിശോധിച്ച് വരുമ്പോൾ, മാനവജാതിയുടെ രക്ഷയ്ക്കായി ഈ നിത്യരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നവർ ഇവിടെ ചെയ്യേണ്ട, അനുവർത്തിച്ചു വരേണ്ട ദൈവ നിയമങ്ങളാണ് പിന്നീട് അവൻ പ്രസ്താവിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിന്ന് അവർ അതിർ കടന്നു പോയോ? നാം ചിന്തിച്ച് കർത്താവായ യേശുക്രിസ്തു മാനസാന്തരം എന്നുള്ള വിഷയത്തെ ആധാരമാക്കിയാണ് സംസാരിച്ചത് എന്ന് നാം കണ്ടു. അതുതന്നെയാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ലോകത്തോട് വിളിച്ചറിയിച്ചത്. നിങ്ങൾ മാനസാന്തരപ്പെടണം, പുതുതായി ജനിക്കണം. രണ്ടാമത് പറഞ്ഞത്, സ്തോത്രം, ഒരു വിഷയം ഇതാണ്, അതിപ്രധാന വിഷയം സ്വർഗരാജ്യത്തിലെത്തുക എന്നുള്ളതാണ്. സുവിശേഷങ്ങളൊക്കെയും വായിക്കുമ്പോൾ അനേക കഷ്ടങ്ങളിലൂടെ നാം സ്വർഗരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. അതിൻ്റെ ഒരനുഭവം ഈ ഭൂമിയിൽ നൽകപ്പെട്ടിരിക്കുന്നു. അതിന് യോഗ്യരായിരിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഈ ഭൂമിയിൽ നടക്കുന്നത്. അതിനുവേണ്ടി ദൈവം ചില വ്യവസ്ഥകൾ, അനേക പ്രമാണങ്ങൾ നമുക്ക് നൽകി തന്നിരിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ്, പത്രോസ് തുടങ്ങിയുള്ള ശേഷം അപ്പോസ്തലന്മാർ, പിന്നെയും തിരഞ്ഞെടുക്കപ്പെട്ട ദൈവഭക്തന്മാർ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നതാണ്, നമ്മളെ പ്രബോധിപ്പിക്കുന്നതാണ്, നമ്മളെ ശരിയായി പഠിപ്പിക്കുന്നതാണ്. മറ്റുള്ള ലേഖനങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തുവും പഴയ നിയമപ്രകാരം കാണുന്നതായ പിതാവായ ദൈവവും, സ്തോത്രം, പ്രവാചക സൂക്തങ്ങളിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നതായ കാര്യങ്ങൾ, ആ ദൈവിക പ്രമാണങ്ങൾ പ്രമാണിച്ചുകൊണ്ട് നാം ഈ ലോകത്ത് ജീവിക്കുന്നുവെങ്കിൽ സ്വർഗരാജ്യത്തിൽ നാം കടക്കും എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തെ ആധാരമാക്കി ആ രാജ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് കർത്താവ് പറഞ്ഞതായ ദൈവേഷ്ടം, സ്തോത്രം, എന്താണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ലേഖനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവരാജ്യമെന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല, നീതി, സമാധാന, പരിശുദ്ധാത്മാവിലെ സന്തോഷമത്ര. ആ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ ആ അനുഭവത്തിലൂടെ എവിടെയായിരിക്കുന്ന ഈ രാജ്യത്തിലുള്ള, സ്തോത്രം, ഒരു കൂട്ടത്തെ വേർതിരിക്കുന്നവർ ചെയ്യേണ്ടുന്നതായ ദൈവിക കൽപ്പനകളുടെ
അനുസരണം എന്ത് എന്നാണ് മറ്റ് വിവരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ യഥാർത്ഥമായി അപ്പോസ്തലന്മാരുടെ പഠന വിഷയങ്ങളിൽ നിന്ന്, ദൈവം പഠിപ്പിച്ചതിൽ നിന്ന്, ദൈവം ആലോചന നൽകിയതിൻ്റെ കേന്ദ്ര വിഷയം സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം എന്നുള്ളത് തന്നെയാണ്. അതിൽ കടക്കേണ്ടുന്നതായ പടികളെക്കുറിച്ചാണ് വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ ഒരിക്കലും ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിന്നോ ന്യായപ്രമാണ തിരുവെഴുത്തുകളിൽ ക്രിസ്തുവിനെ വരച്ചു കാട്ടിയിരിക്കുന്ന സ്തോത്രം തിരുവചനത്തിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. തിരുവചനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അപ്പോസ്തലന്മാർ അത് ചെയ്തത്. അതുകൊണ്ട് എന്നോട് കേട്ട പിതാവിൻ്റെ ആ വാഗ്ദത്തം എന്താണ്? ആ വാഗ്ദത്തം പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും വഴി നടത്തുമെന്നാണ് പറഞ്ഞത്. ആത്മാവ് വന്നപ്പോൾ എന്നോട് കേട്ടതായ പിതാവിൻ്റെ വാഗ്ദത്തം, എൻ്റെ ആത്മാവ് അവരുടെ മേൽ വരുമ്പോൾ അവരെ വഴി നടത്തി എന്നുള്ളതാണ്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം നമ്മളെ അങ്ങോട്ട് വിരൽ ചൂണ്ടി നമ്മളെ ഗ്രഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല എന്ന് നിക്കോദീമസിനോട് പറഞ്ഞു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ ശക്തി ലഭിച്ച് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളായി തീരുവാൻ ഇടയായി. ആ സാക്ഷ്യത്തിൽ തുടങ്ങുന്നത് തന്നെ ഇതെങ്ങനെയാണ്: നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ മാനസാന്തരപ്പെടുക, പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവ് സ്തോത്രം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏൽക്കുക. അപ്പോൾ സ്വർഗരാജ്യത്തിൽ കടക്കുവാനുള്ള ആദ്യത്തെ പടി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, അതുപോലെ മാനസാന്തരപ്പെടുക, പാപമോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവിൽ സ്തോത്രം സ്നാനം ഏൽക്കുക. തുടർന്നുള്ളതായിരിക്കുന്ന ചിന്തകൾ നമുക്ക് പിന്നെയുമുണ്ട്. സ്തോത്രം. ദൈവം പറഞ്ഞ കൽപ്പനകളുടെ അനുസരിച്ച് ജീവിതത്തിൽ അനേക നിയമങ്ങളെ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നാമത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് മാത്രമല്ല, മറിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ കടക്കുക. അപ്പോൾ അതിൻ്റെ ആദ്യത്തെപ്പടിയായി പത്രോസിനെ ഏൽപ്പിച്ചത്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കൊണ്ടൊന്ന് തുറന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം, എന്നാൽ പരിശുദ്ധാത്മാവ് ലഭിക്കും. അപ്പോൾ സ്തോത്രം പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം സ്തോത്രം ഇതാണ്: അപ്പോസ്തലന്മാർ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിന്ന് വേർപെട്ട് പോയോ, അതിർ കടന്നു പോയോ? ഇന്ന് നാം ചിന്തിച്ചത് ഇതാകുന്നു. എന്താണ് സ്വർഗരാജ്യമെന്ന വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടല്ല, പഴയ നിയമ പുസ്തകങ്ങളിൽ പുതിയ നിയമ പുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തു ഉപദേശിച്ചത്
അപ്പോസ്തലന്മാർ ഉപദേശിച്ചതുമായ വിഷയങ്ങളിൽ അതിപ്രധാനമായ ഒരു വിഷയമായിരുന്നു സ്വർഗരാജ്യം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിന്ന് അവർ അതിർ കടന്നു പോയോ? പ്രിയരെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയട്ടെ. നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിസ്തു എന്താണ് ഉപദേശിച്ചത്, ആ ഉപദേശം തന്നെയാണോ അപ്പോസ്തലന്മാർ ഉപദേശിച്ചത്? സ്തോത്രം. ഏറ്റവും കാതലായ വിഷയമാണ് നാം ചിന്തിച്ചത്, ദൈവരാജ്യം സ്വർഗരാജ്യം എന്നുള്ളത്. ദൈവരാജ്യം സ്വർഗരാജ്യം എന്നുള്ള വിഷയം നന്നായി വിശകലനം ചെയ്ത് അതിനെ പഠിക്കേണ്ടതുണ്ട്. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. സ്തോത്രം. അപ്പോൾ സ്തോത്രം, അവർ കർത്താവിൻ്റെ ഉപദേശത്തിൽ നിന്ന് അതിർ കടന്ന് പോയിട്ടില്ല. കർത്താവ് ഉപദേശിച്ചത് തന്നെയാണ്. എന്നോട് കേട്ട പിതാവിൻ്റെ ആലോചനകളാണ്, മുന്നമേ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥകളാണ് അവരും ചെയ്തത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറഞ്ഞ ഉപദേശങ്ങൾ, സ്തോത്രം, ആത്മാവിലായിരുന്നു എന്നും ആത്മാവ് ക്രിസ്തുവിലുണ്ടായിരുന്നുവെന്നും ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവെന്നും നമ്മൾ ചിന്തിച്ചു. ഇവിടെയും രാജ്യം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് വിലപ്പെട്ടതായ ചില അറിവുകൾ നമുക്ക് ലഭ്യമാകുന്നതാണ്. സ്തോത്രം. പുറപ്പാട് പുസ്തകം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 18 ഒക്കെയും നാം വായിക്കുമ്പോൾ അവിടെ ഒരു രാജ്യത്തെ അധികാരിയെ നമുക്ക് കാണുവാൻ കഴിയും. യഹോവയായ ദൈവത്തെക്കുറിച്ച്. ആ ദൈവം തന്നെയാണ്, സ്തോത്രം, ഇതിൻ്റെ അധികാരി. ആ സത്യം നമുക്ക് ഒരു രാജാവെന്നുള്ള വിഷയം നമ്മൾ ചിന്തിച്ചു എന്നുള്ളത് കഴിഞ്ഞ നാളുകളിൽ ആ വിഷയത്തെ ആധാരമാക്കിയും നാം ചിന്തിച്ചു. ഒരു രാജാവ് നീതിയോടുകൂടെ വാഴും. അതുകൊണ്ട് ഇന്ന് നാം ചിന്തിക്കുന്നത്, അപ്പോസ്തലന്മാർ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിന്ന് അതിർ കടന്നു പോയില്ല. യേശു ക്രിസ്തുവിൻ്റെ ഉപദേശമായിരുന്നു സ്വർഗരാജ്യം, ദൈവരാജ്യം. അപ്പോസ്തലന്മാരും അത് പഠിപ്പിക്കുകയും പൗലോസ് തുടങ്ങി എല്ലാവരും ഇതിനെ ആധാരമാക്കിക്കൊണ്ട് ഈ സ്വർഗരാജ്യത്തിൽ നാം എത്തുക എന്നതിനെ ആധാരമാക്കിയാണ് നമ്മളെ ഉത്ബോധിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ലേഖനങ്ങളിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ സത്യത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ, അപ്പോസ്തലൻ ഉപദേശങ്ങൾ സ്വീകരിച്ച് നിലനിൽക്കുവാൻ ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ.